പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 29 മുതൽ 36 വരെയുള്ള വചന ഭാഗമാണ്. ഈ ഭാഗം 2 ആഴ്ച മുമ്പ് നമ്മൾ ധ്യാനിച്ചതാണ്. ഏലിയാ സിൽവ മൂശ കാലത്തിന്റെ 3-ാം ഞായറാഴ്ച നമുക്ക് ധ്യാനിക്കാനുള്ള സുവിശേഷ ഭാഗം ഇത് തന്നെയായിരുന്നു. അല്പം വ്യത്യാസം, താഴേക്ക് അല്പം കൂടെ വചന ഭാഗമുണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ആ ഞായറാഴ്ച ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് പരിശുദ്ധ അമ്മയുടെ മാതാവിന്റെ ജനന തിരുനാളിന്റെ ദിവസമായിരുന്നതിനാൽ അന്നത്തെ വചന വ്യാഖ്യാനം അധികം പേര് ശ്രവിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് അതൊന്നുകൂടെ നമുക്ക് ധ്യാനിക്കാനായി വരുമ്പോൾ അതേ വചന ഭാഗത്തിന്റെ തന്നെ വ്യാഖ്യാനമാണ്. പക്ഷേ ഇത് പ്രധാനപ്പെട്ടതാണ്. നാം പ്രത്യേകിച്ച് ഇത് ശ്രവിക്കുന്ന ആത്മാരെ സംബന്ധിച്ച് ഈ സുവിശേഷ ഭാഗം ശരിയായി ഗ്രഹിക്കുക എന്നുള്ളത് ഈ കാലത്തിന്റെ ആവശ്യം കൂടെയാണ്. കാരണം ഒരുപാട് പേർക്ക് അങ്കലാപ്പുണ്ടാക്കുന്ന സുവിശേഷ ഭാഗമാണ്. ഇവിടെ ഈശോ പറയുന്നു, അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം പൊടുന്നനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്ത് നിപതിക്കും, ആകാശശക്തികൾ ഇളകും. അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രന്റെ അടയാളം പ്രത്യക്ഷപ്പെടും. യുഗാന്തത്തെക്കുറിച്ച്, അന്ത്യവിധിയെക്കുറിച്ച് ഈശോ പറയുന്ന ഭാഗമാണ്. അതിനുശേഷം ഈശോ പറയുന്ന, അത്തിമരത്തു നിന്ന് നിങ്ങൾ പഠിക്കുവിൻ, അതിൻ്റെ കൊമ്പുകൾ ഇളതാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ അവൻ സമീപത്ത് അടുത്തെത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുവിൻ. എന്നിട്ട് അവസാനം ഈശോ പറയാണ്, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. ഇത് സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നു പോവുകയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോൾ വിശദമായ രീതിയിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് ആദ്യം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരാം, ഇതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വരാം. എന്തായിരുന്നു ഇതിൻ്റെ പശ്ചാത്തലം? 24-ാം അധ്യായം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം മുഴുവൻ ഈശോയുടെ പ്രവചനങ്ങളാണ്. ഒന്നാമത്തത് ദേവാലയത്തിന്റെ, ജെറൂസലേം ദേവാലയത്തിന്റെ നാശത്തെക്കുറിച്ചുള്ള പ്രവചനമാണ്. രണ്ടാമത്തത് മനുഷ്യപുത്രന്റെ ആഗമനത്തെക്കുറിച്ചും അന്ത്യവിധിയെക്കുറിച്ചുമുള്ള പ്രവചനമാണ്. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? ഈശോ ദേവാലയ പരിസരത്ത് നിന്നുള്ള പ്രബോധനം അവസാനിപ്പിച്ചിട്ട് വിജാതീയരുടെ മണ്ഡപത്തിനിടയിലൂടെ, ഉപസൗധങ്ങളുടെ ഇടയിലൂടെ കടന്നിട്ട് രാത്രികാലത്ത് പുറത്ത് സമയം ചെലവഴിക്കാമെന്ന് കരുതി കെദ്രോൺ താഴ്വരയിലേക്ക് പോകുമ്പോൾ ആ താഴ്വരയിൽ നിന്നിട്ട് ജെറുസലേം ദേവാലയത്തിന്റെ മനോഹാരിത കണ്ടിട്ട് ശിഷ്യന്മാര് ഈശോയുടെ ശ്രദ്ധയെ അങ്ങോട്ട് ക്ഷണിച്ച് പറയുകയാണ്, നോക്കൂ ഗുരു, എത്രയോ മനോഹരമാണ് ഇതിന്റെ സൗധങ്ങൾ എന്ന് പറയുമ്പോഴാണ് ഈശോ പറയുന്നത്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇതെല്ലാം തകർന്ന് തരിപ്പണമാവും. അതാണ് ഈശോയുടെ ആദ്യത്തെ പ്രവചനം. ഇതിൽ അത് പ്രിയപ്പെട്ടവരെ അക്ഷരാർത്ഥത്തിൽ ചരിത്രത്തിൽ നിറവേറി. എപ്പോഴാണത് നടന്നത്? അത് AD 70 ഈശോ ഇത് പ്രവചിച്ചിട്ട് കേവലം 40 വർഷങ്ങൾ പോലും കഴിയുന്നതിന് മുമ്പ് ഓഗസ്റ്റ് 29-ാം തീയതി റോമൻ സ്വേച്ഛാധിപതി ടൈറ്റസിന്റെ പട്ടാളം ഈ ദേവാലയത്തെ തകർത്ത് തരിപ്പണാക്കി കളഞ്ഞു. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർത്ത് തരിപ്പണാക്കി കളഞ്ഞു. എന്നിട്ട് ഈശോ ഇത് രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ എപ്പോഴാണ് ഇതിന്റെ പശ്ചാത്തലം എന്താണ്? ഈശോ കെദ്രാൻ തോട് കടന്നിട്ട് ഒലിവ് മലയിൽ ചെന്ന് ഒലിവ് മലയുടെ മുകളിൽ നിന്നിട്ട് ഈശോയ്ക്ക് വളരെയേറെ വേദനയുണ്ടാകുന്നു. വരാൻ പോകുന്നതെല്ലാം അവിടുത്തെ മനസ്സിലുണ്ട്. അവിടുന്ന് ജെറുസലേം ദേവാലയത്തിലേക്ക് നോക്കി സങ്കടപ്പെട്ട് ദുഃഖഭരിതനായിട്ടിരിക്കുകയാണ്. അവിടുത്തെ മനസ്സിൽ ഈ ദേവാലയത്തിൽ നോക്കി അവിടുന്ന് പറഞ്ഞല്ലോ, ജെറുസലേം ജെറുസലേം, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകുകൾക്കുള്ളിൽ കാത്തുകൊള്ളുന്ന പോലെ നിന്നെ ഒരുമിച്ച് കൂട്ടാൻ ഞാൻ ആഗ്രഹിച്ചു, എങ്കിലും നീ വിസമ്മതിച്ചു. ഇതാ നിന്റെ ഭവനം പരിത്യക്തമായിരിക്കുന്നു. അപ്പോൾ ആ ദുഃഖഭാരത്തോടുകൂടി ഈശോ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാര് 4 പേര് ചെല്ലുകയാണ്. യാക്കോബും യോഹന്നാനും പത്രോസും അന്ത്രയോസും കൂടെ ഈശോയുടെ അടുത്ത് ചെന്നിട്ട് ഈശോയോട് ചോദിക്കുന്നു. 2 കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. 2 ചോദ്യങ്ങൾ. ഒന്ന്, ഗുരു, ഇതെല്ലാം എപ്പോഴാണ് സംഭവിക്കുന്നത്? ഇതിന്റെ അടയാളം എന്താണ്? ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഈ ദേവാലയത്തിന്റെ നാശം, ജെറുസലേം പട്ടണത്തിന്റെ നാശം എപ്പോൾ സംഭവിക്കും? അതിന്റെ അടയാളം നീ പറയുക. 2, യുഗാന്തം എപ്പോൾ സംഭവിക്കും? അതിന്റെ അടയാളം എന്താണ്? നീ എപ്പോഴാണ് വരുന്നത്? അതിന്റെ അടയാളം എന്താണ്? അത് കാരണം അങ്ങനെ ചോദിക്കാൻ കാരണം അതിനു മുമ്പ് ഈശോ പറഞ്ഞിരുന്നു, മനുഷ്യപുത്രൻ മഹത്വത്തോടെ വരുന്നത് നിങ്ങൾ കാണുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ഇവര് ചോദിക്കുന്നത്.
അതിന് രണ്ടിനും വ്യക്തമായ മറുപടി ഈശോ പറയുകയാണ്. ഈ രണ്ട് മറുപടികളും കൂടെ സുവിശേഷകൻ കൂട്ടിക്കുഴച്ചെഴുതുന്നത് കൊണ്ടാണ് നമുക്ക് അല്പം സന്ദേഹം ഉണ്ടാകുന്നത്. ഇത് ഏതാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയാൻ മേലാതെ പോകുന്നത്. അപ്പോൾ ആദ്യത്തേതിന് ഈശോ അടയാളം കൊടുക്കുകയാണ്. ഈശോ പറയുന്നു, അത്തിമരത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കുവിൻ, അതിൻ്റെ ശാഖകൾ ഇളതാകുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കും. അതുപോലെ ഇതെല്ലാം സംഭവിക്കുന്നത് കാണുമ്പോൾ അന്ത്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുവിൻ. അത് ദേവാലയത്തിന്റെ ജെറുസലേമിന്റെ നാശത്തെക്കുറിച്ചുള്ള അടയാളമാണ്. റോമൻ സൈന്യം നീങ്ങുന്നത് കാണുമ്പോൾ, പീഡനങ്ങൾ പെരുകുന്നത് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം അന്ത്യം ആഗതമായിരിക്കുന്നുവെന്ന്. അപ്പോൾ നിങ്ങൾ ഈശോ അവിടെ നിന്ന് മറ്റ് സുവിശേഷ ഭാഗത്തിൽ കാണുന്നുണ്ട്, ഒരു സ്ഥലത്ത് പീഡനം ഉണ്ടാകും, മറ്റൊരു സ്ഥലത്തിലേക്ക് ഓടിപ്പോയി. അപ്പോൾ ജോസഫൂസ് എന്ന് പറയുന്ന യഹൂദ ചരിത്രകാരൻ ഇത് വളരെ വിശദമായിട്ട് ദ വാർസ് ഓഫ് ദ ജ്യൂസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതിഭീകരമായ പീഡകളുടെ കാലമാണ്. 18 ലക്ഷത്തോളം യഹൂദർ കൊന്നൊടുക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ കുഴിമാടങ്ങളിലേക്ക് സ്വയം മറിഞ്ഞു വീണ് മരിച്ചുപോയ ആൾക്കാർ വരെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അങ്ങനെ രൂക്ഷമായിട്ടുള്ള ഭീകരമായ ഭയാനകമായ പീഡകൾ അവിടെ. അതാണല്ലോ ഈശോ പറയുന്നത്, ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം എന്ന് ഈശോ പറയുന്ന കുരിശിന്റെ വഴിയുടെ 8-ാം സ്ഥലത്ത് നമ്മൾ ധ്യാനിക്കുന്ന ആ വചനഭാവമാണല്ലോ. അപ്പോൾ ജോസഫൂസ് അവിടെ തന്നെ പറയുന്നുണ്ട്, അതായത് ഈ ഈശോയുടെ പ്രവചനം മനസ്സിൽ പേറി പീഡനങ്ങളുണ്ടായ സ്ഥലങ്ങളിൽ നിന്ന് മാറി അകലങ്ങളിലേക്ക് ഓടിപ്പോയവരൊക്കെ രക്ഷപ്പെട്ടു എന്നും ജോസഫൂസ് പറയുന്നുണ്ട്. അപ്പോൾ അതാണ്, അവിടെ നിന്നുകൊണ്ടാണ് അതിൻ്റെ പ്രവചനത്തിന്റെ അവസാനമാണ് ഈശോ പറയുന്നത്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് സംഭവിക്കുന്നവരെ ഈ തലമുറ കടന്നുപോയല്ല. അപ്പോൾ അത് ഈശോ പറഞ്ഞത് ഈ ദേവാലയ നാശത്തെക്കുറിച്ച് ഇതെല്ലാം കൂടെയാണ്. പക്ഷെ ചിലര് അത് കൺഫ്യൂഷനാക്കി അത് യുഗാന്തത്തെക്കുറിച്ച് പറഞ്ഞതാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു. അതല്ല എന്ന് ഈ ഭാഗത്ത് നമുക്ക് വ്യക്തമാകുന്നു. ഇനി രണ്ടാമത്തെ യുഗാന്തത്തെക്കുറിച്ചുള്ള ഈശോയുടെ പ്രവചനമാണ്. എപ്പോഴാണ് അതിന് ഈശോ രൂപകമായിട്ട് ഉപയോഗിക്കുന്നത്? നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും അത് എന്ന് പറഞ്ഞാണ് ഈശോ, ആ രൂപവുമാണ് ഈശോ ഉപയോഗിക്കുന്നത്. അതിന്റെ ലക്ഷണങ്ങൾ എന്താണ്? രാജ്യത്തിനെതിരായിത്തീരും, ഭൂകമ്പങ്ങളും പാർശ്വവ്യാധികളും എല്ലാം ഉണ്ടായി, യുദ്ധങ്ങളെ കുറിച്ചുള്ള കിംവദന്തികൾ നിങ്ങൾ കേൾക്കും, പലരുടെയും സ്നേഹം തണുത്തു പോകും എന്ന് ഈശോ പറയുന്നു. അതിന് നമ്മൾ കാണുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 5-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചു, മനുഷ്യന്റെ ചിന്തയിലും ഭാവനയിലും എല്ലാം ദുഷ്ടത നിറഞ്ഞിരിക്കുന്നു എന്ന് അവിടുന്ന് കണ്ടു, മനുഷ്യനെ സൃഷ്ടിച്ചതിൽ അവിടുന്ന് പരിതപിച്ചു. അപ്പോൾ എപ്പോഴാണ് യുഗാന്തം സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതാണ് അതിന്റെ ഉത്തരം. മനുഷ്യന്റെ ദുഷ്ടത അതിന്റെ പരകോടിയിലെത്തുമ്പോഴാണ് ലോകാവസാനം സംഭവിക്കുന്നത്. ദുഷ്ടത എല്ലാ തരങ്ങളിലും നിറഞ്ഞു നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ലോകത്തിന്റെ അവസാനം ഉണ്ടാവും. അപ്പോൾ ദുഷ്ടതയുടെ പരകോടിയിലാണ്. പക്ഷേ ആദ്യ കാലഘട്ടത്തിലെ ക്രൈസ്തവർ വിശ്വസിച്ചിരുന്നു, ഈശോ പറഞ്ഞ ആദ്യത്തെ പ്രവചനം പൊടുന്നനെ തന്നെ സംഭവിച്ചില്ല, അതുകൊണ്ട് തന്നെ ഈശോയുടെ പ്രത്യാഗമനം ഉടനെ സംഭവിക്കും എന്നവർ വിശ്വസിച്ചിരുന്നു. ഈശോ സ്വർഗാരോഗ്യതനാകുന്ന സമയത്തുണ്ടല്ലോ, പറയുന്നുണ്ടല്ലോ, ആകാശത്തിലേക്ക് പോയതുപോലെ തന്നെ അവൻ തിരിച്ചു വരും എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈശോ ഉയർത്തെഴുന്നേറ്റതിന്, കുരിശിൽ മരിച്ച അടക്കപ്പെട്ട ഈശോ ഉയർത്തെഴുന്നേറ്റ് മുമ്പ് നിൽക്കുന്നത് സത്യമായും അവരുടെ കണ്ണുകൾ കൊണ്ട് അവർ കണ്ടതാണ്. അപ്പോൾ അത്രമാത്രം, അതുകൊണ്ടാണ് ഭീകര പീഡനങ്ങളൊക്കെ ആദ്യകാലത്ത് ഉണ്ടായപ്പോ വറചട്ടിയിലേക്കൊക്കെ അവര് നിസാരമായിട്ട്, കാരണം മരിച്ച അടക്കപ്പെട്ടവൻ ഉയർത്തെഴുന്നേറ്റ് അവരുടെ മുമ്പിൽ നിൽക്കുന്നവർ കണ്ടു, അവരുടെ കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ട് ഇതൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു. അത്രമാത്രം ബോധ്യം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈശോ പെട്ടെന്ന് വരും എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷെ അത് സംഭവിക്കാതെ ഇരിക്കുന്ന സമയത്ത് ആദിമസഭയിൽ വലിയ ആശങ്കകളും ആകുലതകളും ഒക്കെ ഉണ്ടായി. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ പത്രോസ്ലീഹായുടെ 2-ാം ലേഖനം 3-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത്. അവിടെ പത്രോസ്ലീഹ ആദിമ ക്രൈസ്തവരെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് പറയാണ്, ദൈവത്തിന് 1000 വത്സരങ്ങൾ അസ്തമിച്ച ഒരു ദിവസം പോലെയാണ്. കാലവിളംബത്തെക്കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. ഈ ദൈവം, ഈശോ അവന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ആരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ദീർഘക്ഷമ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ആദിമസഭയിൽ നമ്മൾ കാണുന്നു. ഇപ്പോഴും ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് പേരെ മനസ്സിൽ ആശങ്ക നിറയ്ക്കുന്ന കാര്യം ഇതാണ്. പക്ഷേ ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള
വ്യാഖ്യാനത്തിൽ നമ്മൾ കാണുന്നത് ഇതാണ്: മനുഷ്യന്റെ ദുഷ്ടതയുടെ പരകോടിയിലാണ് ലോകാവസാനം ഉണ്ടാകുന്നത്. നമ്മൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ കത്തോലിക്ക സഭ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു, മനുഷ്യപുത്രന്റെ ആഗമനം ഉണ്ടാകും, അതിനുശേഷമാണ് അന്ത്യവിധി ഉണ്ടാകുന്നത്. അന്ത്യവിധിയിൽ ദൈവത്തിന്റെ മുമ്പിൽ മനുഷ്യൻ നിർത്തപ്പെടുന്നു. ദൈവത്തോടുള്ള, മിശിഹായോടുള്ള മനുഷ്യന്റെ ബന്ധം എന്താണെന്നാണ് അളക്കപ്പെടുന്നത്. എന്തുമാത്രം ഈ ലോകത്തിൽ നമ്മൾ നന്മ ചെയ്തു, എന്തുമാത്രം നമ്മൾ നന്മ ചെയ്യുന്ന അവസരങ്ങൾ പാഴാക്കി കളഞ്ഞു, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്ത്യവിധി ഉണ്ടാകുന്നത്. പിന്നീട് ഇവിടെ നമുക്ക് അങ്കലാപ്പുണ്ടാക്കുന്ന ഒരു വാക്യം, നമുക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒരു വാക്യം ഈശോ പറയുന്നു: പിതാവിനല്ലാതെ മറ്റാർക്കും അറിയത്തില്ല എന്ന് പറയുന്നത് ആദ്യ കാലഘട്ടത്തിലൊക്കെ അത് ദുർവ്യാഖ്യാനം ചെയ്തു. ആര്യൻ പാഷണ്ഡതയിലൊക്കെ അങ്ങനെ വന്നു. അപ്പോൾ പിതാവിനേക്കാൾ ഒരു പടി താഴെയാണ് പുത്രൻ എന്ന രീതിയിൽ വരെയുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായി. പക്ഷേ വേദപാരംഗതനായുള്ള പണ്ഡിതനായ അഗസ്തീനോസ് പുണ്യാളൻ പറയുന്ന ഇതാണ്, ഈശോ പറയുന്ന ഇതാണ്: ഞാനിപ്പോൾ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യഗ്രചിത്തനാണ്. അവിടുത്തെ രക്ഷാകര പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഗെത്സമേൻ തോട്ടത്തിലെ ഉത്തരമാണ് ഈശോടെ പറയുന്നത്: എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറയും, പിതാവിൻ്റെ തിരുഹിതം നിറവേറ്റ ആ ദിവസം പിതാവ് നിശ്ചയിക്കട്ടെ എന്ന വ്യാഖ്യാനമാണ് വിശുദ്ധ അഗസ്തീനോസ് നൽകുന്നത്. അപ്പോൾ ഇതാണ് പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ സമഗ്രമായിട്ടുള്ള വ്യാഖ്യാനം. രണ്ട് സന്ദർഭങ്ങളാണുള്ളത്, രണ്ട് ചോദ്യങ്ങളാണുള്ളത്. ആ ചോദ്യങ്ങളുടെ ലക്ഷണങ്ങൾ എന്താണെന്നാണ് പറയുന്നത്. അതെല്ലാം വ്യക്തമായിട്ട് ഈ സുവിശേഷ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നു. ഇനി നമുക്ക് പ്രായോഗിക പാഠങ്ങളിലേക്ക് വരാം. ഇവിടെ ഈശോ പറയുന്ന പ്രധാന കാര്യം ഇതാണ്: ജാഗരൂകരായിരിക്കുമെന്ന് തന്നെയാണ്. ഇത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ ഒരു പ്രായോഗിക നിർദ്ദേശം തന്നെയാണ്. ഇതിന് ശേഷമുള്ളത് ഇതിൽ നിന്ന് വ്യത്യസ്തമാകുന്നു. അപ്പോൾ ജാഗരൂകരായിരിക്കും എന്ന് പറഞ്ഞാൽ ഇതാണ്: നമ്മുടെ ആത്മീയ കാര്യങ്ങളിൽ, നമ്മുടെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മളെപ്പോഴും ജാഗരൂകരായിരിക്കണമെന്ന് തന്നെയാണ്. അവിടെ നമുക്ക് അവധി ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ്. നമ്മുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ, സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ, ഭാര്യയോടുള്ള ബന്ധത്തിൽ, മക്കളോടുള്ള ബന്ധത്തിൽ, ഭർത്താവിനോടുള്ള ബന്ധത്തിലൊക്കെ ഈ ജാഗ്രത നമ്മൾ പാലിക്കണമെന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച്. ഞാൻ ഓർക്കുന്ന കുറേ നാളുകൾക്ക് മുമ്പ് ഉത്തരേന്ത്യയിൽ ജോലി പല സ്ഥലങ്ങളിൽ ജോലി ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ വിവിധ സ്ഥലങ്ങളിൽ എനിക്ക് ജീവിതം ഒരുപാട് തരത്തിൽ എനിക്ക് ആസ്വദിക്കാൻ വരുന്നു, പക്ഷേ എൻ്റെ മനസ്സിലെപ്പോഴും എൻ്റെ വീടും എൻ്റെ ഭാര്യയും എൻ്റെ മാതാപിതാക്കളും മക്കളും ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ജാഗ്രതയുള്ളവനായതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ പാളിച്ചകൾ ഉണ്ടായില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. രണ്ടാമത്തത് പ്രിയപ്പെട്ടവരെ ഇതാണ്: മുന്നറിയിപ്പുകളെ നമ്മൾ അവഗണിക്കാതിരിക്കുക. ചുറ്റുപാടുകളിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. താക്കീതുകളെയും മുന്നറിയിപ്പുകളെയും അവഗണിക്കാതിരിക്കുക. ഒരു കോളേജിൽ ഒരു നല്ലതുപോലെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, അവന് അല്പം മോശപ്പെട്ട സ്വഭാവമുള്ള ഒരു പയ്യനുമായിട്ട് അവൻ സൗഹൃദത്തിലായി. ഇത് കണ്ട അവൻ്റെ ടീച്ചർമാർ പറഞ്ഞു, എടാ നീ അങ്ങനെ പോകരുത്, നീ നല്ലപോലെ പഠിക്കുന്നവനാണ്, അവനുമായിട്ട് അധികം കൂട്ടിലേക്ക് പോയാൽ നിന്റെ സ്വഭാവം മാറിപ്പോവും എന്ന് പറഞ്ഞു. പക്ഷേ അവൻ അത് കൂസാക്കിയില്ല. അത് പല പ്രാവശ്യം ടീച്ചർമാർ ആവർത്തിച്ചു. പക്ഷേ 1-2 സെമസ്റ്ററുകളിലൊക്കെ അവൻ ടീച്ചർമാരെ തിരിച്ചു, നോക്കൂ ഞാൻ അവൻ്റെ കൂട്ടത്തിൽ കൂടിയിട്ട് എൻ്റെ മാർക്ക് കുറഞ്ഞു. അപ്പോൾ അവൻ്റെ മാർക്കൊന്നും കുറഞ്ഞിരുന്നില്ല, കുഴപ്പമില്ല, എൻ്റെ സ്വഭാവം വഷളായോ. പക്ഷേ കാലങ്ങൾ കുറെ കഴിഞ്ഞു, അവസാന സെമസ്റ്റർ ആയപ്പോൾ അവൻ 2 വിഷയത്തിന് തോറ്റുപോയി. അപ്പോൾ മുന്നറിയിപ്പുകളെ നമ്മൾ അവഗണിക്കാതിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത്തെ കാര്യം ഇതാണ്: ഈ മനുഷ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനത്തിൽ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ചൊല്ലുന്നുണ്ടല്ലോ, വിശ്വാസത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഈശോയുടെ രണ്ടാമത്തെ ആഗമനം എന്ന് പറയുന്നത്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ, അന്ത്യവിധിയെക്കുറിച്ചും നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഒക്കെ, ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ വ്യാകുലചിത്തരാകുന്നുണ്ടോ? നമ്മൾ അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനപര പ്രമാണങ്ങളായിട്ട് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടോ? നമ്മൾ പ്രാർത്ഥനകളൊക്കെ ഒരു ചടങ്ങ് പോലെ പങ്കെടുത്തിട്ട് പോകുന്നല്ലേ? ഇതിലൊക്കെ നമ്മൾ ആഴമായ വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? നമ്മൾ സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ നരകത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റുന്നുണ്ടോ? ഒരു കാലത്ത് യൂറോപ്പിൽ പറഞ്ഞിരുന്ന ആ ഒരു പരാമർശം നമ്മുടെ ഇടയിലും ബാധകമായിട്ട് നിൽക്കുകയല്ലേ? എന്താണ്? ക്രിസ്ത്യൻ എത്തയിസ്റ്റുകളായിട്ട് ജീവിക്കുന്നവരായിട്ട് നമ്മൾ മാറുന്നു. നമ്മൾ പള്ളിക്കുള്ളിൽ നമ്മൾ വലിയ ഭക്തി എല്ലാം കാണിക്കുന്നു, ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എത്തയിസ്റ്റുകളായിട്ട് മാറുന്നു, ദൈവമില്ലാത്തവരായിട്ട് നമ്മൾ മാറുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തെയും ദൈവം സ്വാധീനിക്കുന്നില്ല എന്ന രീതിയിലേക്ക് പോകാം. നമ്മുടെ പെരുമാറ്റങ്ങളെ ഞാൻ ഓർക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞാണ്,
വിഭൂതി തിങ്കളാഴ്ച പള്ളിയിൽ വന്ന് നെറ്റിയിൽ കുരിശു വരച്ചിട്ട് പോയ ഒരു ഉദ്യോഗസ്ഥ അവിടെ ഓഫീസിൽ ഇരുന്നിട്ട് 50,000 രൂപ കൈക്കൂലി വാങ്ങിച്ചു എന്നൊരു മനുഷ്യൻ പറഞ്ഞത് ഓർക്കുകയാണ്. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ ഓഫീസുകളിൽ അനേക സമയങ്ങൾ ആളുകളെ നമ്മൾ കാത്തു നിർത്തുന്നുണ്ടോ? നമ്മൾ പരുഷമായിട്ട് മറ്റുള്ളവരോട് പെരുമാറും. നമ്മൾ പക്ഷപാതിത്വം കാണിക്കും. നമുക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ നമ്മൾ പല പ്രാവശ്യം നമ്മുടെ ഓഫീസുകളിലൂടെയൊക്കെ കയറി ഇറക്കാറുണ്ടോ? എങ്ങനെയാണ് നമ്മൾ ഈ നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് മറ്റൊരു ലോകത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മൾ കൊണ്ടുവരുന്നുണ്ടോ? ഇതെല്ലാമാണ് ഈ സുവിശേഷം ഭാഗം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രായോഗിക ചിന്തകൾ. Subscribe now and press the bell icon. Never miss an update.